2024 മെയ് 8 SSLC പരീക്ഷാ ഫലവും 2024 മെയ് 9 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം കഴിഞ്ഞ വർഷത്തേക്കാൾ 4.26% കുറവാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാ ഫലം 6.97% കുറവാണ്. അതായത് ഹയർ സെക്കൻഡറി 78.69%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 71.42% ഈ വർഷത്തെ വിജയം. SSLC പരീക്ഷയുടെ ഫലം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 0.01% കുറവാണ്. ഈ വർഷം അത് 99.69%. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷാ ഫലം പരിശോധിക്കുമ്പോൾ 2014 ശേഷം ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജിൽ ജയിച്ചത് ഈ പ്രാവശ്യമാണ്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസമായ SSLC കാലോചിതമായി പരിഷ്കരിക്കണം. അതിൻ്റെ വിദ്യാഭ്യാസ രീതിയിലും മൂല്യനിർണ്ണയത്തിലും വലിയ പരിഷ്കരണങ്ങൾ അത്യാവശ്യമായി വരേണ്ടതാണ്. ഇപ്പോഴെന്താണ്, SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+ മേടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയില്ല. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയാനുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ഡിക്റ്റൻഷൻ, അതായത് കേട്ടെഴുത്ത് ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. അതുമാത്രമല്ല, SSLC പരീക്ഷയ്ക്ക് ഹാളിലേക്ക് കടന്നു വന്ന് ആ പേപ്പറിനകത്ത് തൻ്റെ പേരൊന്ന് എഴുതുക, അല്ലെങ്കിൽ നമ്പർ എഴുതുക, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പകർത്തി വയ്ക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും A+ കിട്ടുന്നുണ്ടെന്ന് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധ്യമല്ല. കാരണം A+ നേടിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമോ അറിവോ എഴുത്തോ ഒന്നും തന്നെ അറിയില്ല. ഇവരെയാണ് പെട്ടെന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് വിടുന്നത്. അതുകൊണ്ട് ഹയർ സെക്കൻഡറിയുടെ വിജയശതമാനം വളരെ കുറവാകുന്നു. ധാരാളം കുട്ടികൾ തോൽക്കുന്നു. അതോടുകൂടി അവർ വിദ്യാഭ്യാസത്തിൽ ആകെ നിരാശരാകുകയും തുടർ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ള കണക്ക് വ്യാപകമാണ്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. SSLCക്ക് മിനിമം 30% മാർക്ക് ഓരോ വിഷയത്തിനും വേണമെന്ന് ഈ പ്രാവശ്യം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നു. അത് സാഹചാർഹമാണ്. പക്ഷേ അതിനോടൊപ്പം ഈ 30% ഓരോ വിഷയത്തിനും മേടിച്ചാലും ആകെ SSLCക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചയ ശതമാനം മാർക്ക് വേണം എന്നും കൂടി ഒരു നിബന്ധന ഏർപ്പെടുത്തിയേ പറ്റൂ. അതുപോലെ തന്നെ ഓരോ പേപ്പറും പരിശോധിക്കുമ്പോൾ ആ പേപ്പറിൽ നിശ്ചിത യോഗ്യതയ്ക്ക് അനുസരിച്ച് പരീക്ഷ എഴുതാത്തവരെ വിജയിപ്പിക്കാതിരിക്കുന്നതിനുള്ള ഒരു സമ്പ്രദായം ഉണ്ടാകണം. 99.69% കുട്ടികൾ വിജയിച്ച് കഴിഞ്ഞ ഒരു പരീക്ഷയുടെ തുടർന്നുള്ള ഒരു പരീക്ഷയിൽ അവർ പ്രവേശിക്കുമ്പോൾ, അവരല്ലെങ്കിൽ ആ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും കുറഞ്ഞ 85% കുട്ടികൾ വിജയിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം 99.70% കുട്ടികൾ വിജയിച്ചവരാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കും പോകുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ വിജയശതമാനം 78.69 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പുനഃപരിശോധിച്ചേ മതിയാവൂ. അതുമാത്രമല്ല, ഈ പ്രാവശ്യം ഏറ്റവും വലിയൊരു തോത് ഗവൺമെൻറ് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും വളരെ താഴ്ന്ന നിലവാരത്തിലാണ്. വളരെ താഴ്ന്ന നിലവാരം. അത് പരിശോധിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ അടിയന്തരമായി തീരുമാനങ്ങൾ ഉണ്ടാകണം. കുറേ നല്ല മുട്ടകളുടെ കൂടെ ബഹുഭൂരിപക്ഷം വരുന്ന ചീമുട്ടകളെ വിരിയിക്കാനായിട്ട് വെച്ചിട്ട് അതെല്ലാം വിരിഞ്ഞു പുറത്തു വരുന്നു എന്ന രീതിയിലുള്ള ഒരു കണക്കാണ് SSLC പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ വിജയിക്കുന്ന കുട്ടികളെ ഹയർ സെക്കൻഡറിയിൽ പ്രവേശിപ്പിക്കാൻ പോലുമുള്ള സീറ്റുകളില്ല. ഓരോ വർഷവും 30%-ലധികം സീറ്റുകൾ വർദ്ധിപ്പിച്ചാണ് അവരെ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴെന്താ, തല കുത്തി നേരെ താഴോട്ട് കിടക്കുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ചോദ്യം ചെയ്യപ്പെടുന്നു. കാര്യം നമ്മുടെ കുട്ടികൾ അഖിലേന്ത്യാ തലത്തിൽ പഠിച്ചു വരുന്ന CBSE, ICSE ഉൾപ്പെടെയുള്ള സിലബസിനോട് പഠിച്ചു വരുന്ന കുട്ടികളോട് നമ്മൾ മത്സരിക്കേണ്ടവരാണ്. നമ്മുടെ നിലവാരം വളരെ താഴ്ന്നു പോകുന്നു. SSLC ഇപ്പോൾ ഒരു ഗൗരവമില്ലാതായിരിക്കുന്നു. SSLCയുടെ ഗൗരവം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. എങ്ങനെയെങ്കിലും സ്കൂളിൽ ചെല്ലുക, എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് എന്തെങ്കിലും കാണിക്കുക, ആ പേപ്പർ പൊതിഞ്ഞു കെട്ടി കൊടുക്കുക. അങ്ങനെ പൊതിഞ്ഞു കെട്ടി കൊടുത്താൽ
SSLCക്ക് A+ കിട്ടുന്ന രീതി കാലോചിതമായി പരിഷ്കരിച്ചേ മതിയാവൂ. ഒരടി പോലും ഇനിയും ഇത്തരത്തിലുള്ള മൂല്യനിർണ്ണയവും ഇത്തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായവുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സർക്കാർ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.